ആർത്താനാമാർത്തിഹന്താരം ഭീതാനാം ഭയനാശനം ദ്വിഷതാം കാലദണ്ഡം തം രാമചന്ദ്രം നമാമ്യഹം. രാമമന്ത്രമോദി വാണിടുന്ന മാനുഷം ലോകമാന്യനായി ഭവിച്ചു ദിവ്യലോകമർന്നിടും. അത്ര ശുദ്ധ സത്യപൂർണമായ രാമസൽക്കഥ തോന്നണമിവർക്കു നിത്യം. രാമ രാമ പാഹി മാം. രാമകഥാമൃതത്തിന്റെ 20ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണത്തിലെ സ്ത്രീരത്നങ്ങൾ എന്ന വിഷയത്തിൽ കൈകേയിയെ കുറിച്ചുള്ള ചർച്ച തുടരുന്നു. ശ്രീരാമ അഭിഷേകം കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന എല്ലാ വരും വരായികകളെ കുറിച്ചും മന്ധര കൈകേയിയെ ബോധ്യപ്പെടുത്തി. എന്നാൽ അപ്പോഴൊന്നും കൈകേയി അഭിഷേക വിഘ്നത്തിന് തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തു പറഞ്ഞിട്ടും ഇളക്കവും മാറ്റവുമില്ല എന്ന് കണ്ട് മന്ധര അവളുടെ സർവശക്തിയും യുക്തിയും വാരിപ്പിടിച്ചു രണ്ടും കൽപ്പിച്ചൊരു വീക്ക് വെച്ചു കൊടുത്തു. അതിൽ സാധുവായ കൈകേയി ബോധരഹിതയായി നിലംപതിച്ചു. പിന്നീട് അവൾ പ്രവർത്തിച്ചതെല്ലാം ദൈവതോപദ്രവമേറ്റ് പിശാച് ബാധിച്ച് മെസ്മറിസത്തിൽ പെട്ടുപോയി ഒരു സുബോധരഹിതയെ പോലെയായിരുന്നു. മന്ധരയുടെ ഇഷ്ടത്തിന് തുള്ളുന്ന ഒരു പാവയെ പോലെയായി കൈകേയി പിന്നീടുള്ള പ്രവർത്തികൾക്കും വാക്കുകൾക്കുമൊന്നും യഥാർത്ഥത്തിൽ അതുവരെ നാം കണ്ട കൈകേയി ഉത്തരവാദിയല്ല. മന്ധരയുടെ ഭൂതാവേശമാണ് കൈകേയിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. സ്ത്രീ ഹൃദയത്തിന്റെ സഹജങ്ങളായ സകല ബലഹീനതകളെയും സപത്നി മത്സരത്തിന്റെ ഘോരഫലങ്ങളെയും ദുർബലനായ ചക്രവർത്തിയുടെ വാർദ്ധക്യ സഹജങ്ങളായ അവശതകളെയും മന്ധര ഒരു മഹാകവിയുടെ ഭാവനാ വൈദഗ്ധ്യത്തോടുകൂടി വർണ്ണിച്ച് വലുതാക്കിയും ഊതി വീർപ്പിച്ചും പെട്ടെന്ന് കൈകേയിയുടെ മുമ്പിൽ ഒരു ഘോര നഗരം പ്രദർശിപ്പിച്ചപ്പോൾ ആ സാധു സ്ത്രീ അമ്പരന്നും അന്താളിച്ചും ആകെ അതിൽ അകപ്പെട്ടുപോയി എന്നു മാത്രമേ പറയാനുള്ളൂ. മന്ധര വരച്ചു കാട്ടിയ ചിത്രം ഇന്ന് ഗ്രന്ഥത്തിൽ കാണുന്ന നമുക്കും കൂടി ഭയാനകമാകുന്നു. അത് വായനക്കാരെ കൂടി തൽക്കാലത്തേക്ക് പ്രജ്ഞാവിഹീനരാക്കി തീർക്കുന്നു. കൈകേയിയിൽ മന്ധര വരുത്തിയ മാറ്റത്തെക്കുറിച്ച് വാൽമീകി തന്നെ ഇങ്ങനെ പറയുന്നു: മഹാപ്രസിദ്ധിയാർന്ന അത്ഭുതകരമായ സങ്കല്പബുദ്ധിയോടുകൂടിയ ആ കൈകേയിയാകട്ടെ അപ്പോൾ ആ കൂനിയുടെ ദുരുപദേശത്താൽ നന്മ തിന്മകൾ തിരിച്ചറിയാത്ത ഇളം കുട്ടിയെ പോലെയായി എന്ന്. മന്ധരയുടെ ആ ഭയാനകമായിട്ടുള്ള വാക്കുകൾ എഴുത്തച്ഛന്റെ വരികളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പാപേ മഹാഭയകാരണം കേൾക്കനി, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട
രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചേടുകിലുമാം സാപജ്ഞജാതപരാഭവം കൊണ്ടുള്ള താപവും പോണ്ടോ ധരണിയിൽ വാഴുകയിൽ നല്ലു മരണമതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്കനേ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിലിക്കാലം ത്വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. മന്ധരയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് കൈകേയിക്ക് മനസ്സിൽ മാറ്റം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൈകേയിയുടെ ബുദ്ധിക്ക് സംഭവിച്ച മാറ്റത്തിൻ്റെ ദയനീയത അറിയാൻ ഒരൊറ്റ സംഗതി മതി. ആ മഹാരാജ്ഞി ഉടനെ ആരംഭിച്ചത് ഒരു മന്ധരാസ്തുതിയാണ്. കുമതിയും കുബ്ജയും കുലടയുമായിരുന്ന ആ കൂനിയുടെ സൗന്ദര്യം, ബുദ്ധി, തൻ്റെ ഇടം, യജമാനപ്രീതി, ത്യാഗശീലം മുതലായവയെല്ലാം കൈകേയിയിൽ നിന്ന് നിർലോഭം പുറപ്പെട്ട സ്തുതികൾക്ക് വിഷയമായിത്തീരുന്നു. ആ വർണ്ണനയുടെ അസംബന്ധാവസ്ഥ കാണിക്കാൻ ഒരു ശ്ലോകം മാത്രം മതി. പരിപൂർണം ദുജഘനം സുപീനൗ ച പയോധരൗ വിമലേന്ദു സമം വക്ത്രം അഹോരാചസി മന്ധരേ. അവസാനം മന്ധരയുടെ ആജ്ഞാനുവർത്തിനിയായി കേവലമൊരു വിനീത ശിഷ്യത്തിയെ പോലെ അവൾ പറയും പ്രകാരം എല്ലാം പ്രവർത്തിക്കുവാനും പറയുവാനും പെരുമാറുവാനും കൈകേയി സമ്മതിക്കുകയും ക്രോധാകാരത്തിൽ പ്രവേശിച്ച് ഭൂഷണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് മലിനവസ്ത്രധാരിണിയായി തേങ്ങിക്കരയുന്നവളായി വെറും നിലത്ത് ശയിക്കുകയും ചെയ്തു. ആ സ്ഥിതിയിൽ തൻ്റെ ഇഷ്ടപത്നിയെ കണ്ടാൽ സകല കാര്യങ്ങളും ആ ദുർബലനായ രാജാവിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് മന്ധര മനസ്സിലാക്കിയിരുന്നു. ആ ക്രോധാലയ പ്രവേശത്തെപ്പറ്റി വാൽമീകി പറയുന്നത് ഇപ്രകാരമാണ്. ആ മഹാരാജ്ഞി തൻ്റെ സ്വാഭാവികമായ സദ്ഭാവം തീരെ അറ്റവളായി. അതിയായ കോപമാകുന്ന ഇരുട്ടാൽ മൂടപ്പെട്ട മുഖത്തോടു കൂടിയവളായി, കാന്തിയറ്റ നക്ഷത്രങ്ങളാൽ ഇരുട്ടടഞ്ഞ ആകാശം പോലെയായി, വിഷം തേച്ച ബാണത്താൽ തറയ്ക്കപ്പെട്ട കിന്നര പക്ഷിയെ പോലെ അവൾ നിലത്ത് കിടന്ന് ഉരുണ്ടു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. എഴുത്തച്ഛൻ അതൊന്നുകൂടി വ്യക്തമാക്കുന്നു. ധീരനായേറ്റം ഭയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. സംസർഗജ ദോഷഗുണാഹ ഭവന്തി. സംസർഗത്തിലൂടെ ദോഷങ്ങളും ഗുണങ്ങളും സംഭവിക്കുന്നു. ഇത് നമുക്കെന്നും ഓർമ്മയുണ്ടാവണം. ഇത്രയും നീതിജ്ഞയായിട്ടുള്ള അറിവുള്ളവളായിട്ടുള്ള കൈകേയിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മന്ധരയാണ് പ്രധാനപ്പെട്ട കാരണം. ഇത്തരത്തിലുള്ള മന്ധരമാർ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അവിടെയായി നമുക്ക് കാണാൻ സാധിക്കും. ആ മന്ധരമാരെയൊന്നും നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാതെ
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരിക്കണം: നമ്മൾ കൂട്ടുകൂടുന്നവരൊക്കെ സജ്ജനങ്ങളാകട്ടെ എന്ന്. ഈ കലിയുഗത്തിൽ സത്സംഗത്തിനാണ് പ്രാധാന്യമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈകേയിയെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ഇവിടെ നിർത്താം. നാളെ രാമകഥാമൃതത്തിൽ മറ്റൊരു സ്ത്രീരത്നത്തെ കുറിച്ചുള്ള ചിന്തകളുമായി നമുക്ക് കേൾക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.